ഫാക്ടറിയുടെ ഉള്ളിലുള്ള സൗകര്യങ്ങളാണ് നമ്മൾ പ്ലാന്റ് എന്ന് പറയും. പ്ലാന്റ് എന്നുള്ള വാക്കിന്റെ മീനിങ് അതാണ്. ഒരു ഫാക്ടറിയുടെ ഉള്ളിൽ നമ്മൾ മെഷീൻസ് അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള സ്പേസും ഒക്കെ അതിന് മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് പ്ലാന്റ് എന്ന്. ഈ പ്ലാന്റ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഡിസൈൻ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഏക്കർ കണക്കിന് ഭൂമി പരന്ന് കിടക്കുന്ന ഒരു ഫാക്ടറി മനസ്സിൽ കാണാം. ആ ഫാക്ടറിയിൽ എന്ത് പ്രൊഡക്ഷൻ ആണോ നടക്കുന്നത്, ആ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് നടക്കുന്നത് ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ്. ഒരുപാട് പ്രോസസ് ഉണ്ടാവും. ആദ്യം ഒരു സ്റ്റേജ്, പിന്നെ ഒരു സ്റ്റേജ്, ഇങ്ങനെ ഒരുപാട് സ്റ്റേജസ് ഉണ്ടാവും. പിന്നെ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, അത് പിന്നെ അതിന്റെ പ്രൊഡക്ഷനിൽ ഏർപ്പെടുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ, മെൻ, മെഷീൻ, മണി, ഇങ്ങനെ കുറെ അതിന്റെ കോമ്പോണൻസും ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രൊഡക്ഷന്റെ ഒരു കോമ്പോണൻസും ഉണ്ട്. ഇത് ഓരോന്നും വളരെ ക്ലിയർ ആയിട്ട് അറേഞ്ച് ചെയ്യണം, വളരെ ക്ലിയർ ആയിട്ട് ഡിസൈൻ ചെയ്യണം. അങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോഴാണ് ഒരു അടുക്കും ചിട്ടയിലും ആ ഫാക്ടറിയുടെ ആക്ടിവിറ്റി നടക്കുള്ളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് പ്ലാന്റ് ലേ ഔട്ട്, എന്തിനാണ് ചെയ്യുന്നത്, അതിന്റെ മീനിങ്ങും ഒബ്ജക്റ്റീവ്സും പ്രിൻസിപ്പിൾസും അത് വേഗത്തിൽ പറയാവുന്നതാണ്. ഓക്കെ, പ്ലാന്റ് ലേ ഔട്ട് അതിന്റെ ഡെഫിനിഷൻ ആണ്. അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനിങ് താഴെ ഞാൻ ആ ഒരു യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് ലേ ഔട്ട് ഈസ് ആൾസോ നോൺ ആസ് ഫെസിലിറ്റീസ് ഡിസൈൻ. പ്ലാന്റിനെ നമ്മൾ ഫെസിലിറ്റി എന്നും കൂടി പറയാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ ഡിസൈൻ ആണ് ശരിക്കും പ്ലാന്റ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ. ഇനി അതിലൊരു ഡെഫിനിഷൻ സാൻസോനെട്ടി ആൻഡ് മാലിക് എന്ന് പറയുന്ന ഒരു ആള്, ഫാക്ടറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥത്തിന്റെ കർത്താവാണ്. അതിൽ വോള്യൂം 103 പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ്. ഇറ്റ് ഈസ് പ്ലേസിംഗ് ദ റൈറ്റ് എക്യുപ്മെന്റ് കപ്പിൾഡ് വിത്ത് റൈറ്റ് പ്ലേസ് to permit the processing of a product unit in the most effective manner through the shortest possible distance and in the shortest possible time. Production process effective ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ എക്യുപ്മെന്റ്സും പ്ലേസ് ചെയ്യുന്നത്. പ്ലേസിംഗ് ദ റൈറ്റ് എക്യുപ്മെന്റ് ത്രൂ ദി ഷോർട്ടസ്റ്റ് പോസിബിൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓരോ മെഷീനറിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഒരു മെഷീനറിയുടെ അടുത്തുനിന്ന് അടുത്ത മെഷീനറി അടുത്തേക്ക് എത്ര ദൂരം വേണം, ഓരോന്നും അറേഞ്ച് ചെയ്യേണ്ടതിന്റെ സ്പേസ്, അതിന്റെ ഡിസ്റ്റൻസ്, ഇതെല്ലാം ഏറ്റവും എഫക്റ്റീവ് മാനറിൽ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ് നടക്കാൻ പറ്റുന്ന രീതിയിലാക്കുക. ആൻഡ് ഇൻ ദി ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം, ഇത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ദൂരത്തൊന്നും ആവാനും പാടില്ല. അപ്പൊ ഓരോ മെഷീന് അടുത്തടുത്താവാൻ പറ്റുമോ, അങ്ങനെ പറ്റുന്നുണ്ടാവില്ല. കാരണം അപ്പോ സേഫ്റ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പോ മിനിമം ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈമില്, ഷോർട്ടസ്റ്റ് പോസിബിൾ ഡിസ്റ്റൻസില് ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ പ്രൊഡക്ഷൻ പ്രോസസ് നടക്കാൻ വേണ്ടി ഓരോ എക്യുപ്മെന്റ്സും പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്ലാന്റ് ലേ ഔട്ട് എന്ന് പറയാം. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറയാം. കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ലാത്ത ഒരു വേലാണ് നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. പ്ലാന്റ് ലേ ഔട്ട് നമ്മൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് മിനിമൈസ് ഹാൻഡ്ലിംഗ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാനുള്ള വേഗത, സ്പീഡൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ മെയിൻറ്റെയിനിങ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻ, ഓപ്പറേഷൻസ് ഒക്കെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്തെങ്കിലും ഓപ്പറേഷൻസിൽ ചേഞ്ച് ഒക്കെ വരുത്തണമെങ്കിൽ നമുക്ക് വരുത്താൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ പ്ലാന്റ് ലേ ഔട്ട് ഉണ്ടാവുക. ദെൻ എൻഷുറിങ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, നമ്മുടെ മെഷീനറിയും പിന്നെ മെറ്റീരിയലും മെന്നും ലേബർ ഫോഴ്സ് എല്ലാം ഏറ്റവും അതിന്റെ മാക്സിമം യൂട്ടിലൈസേഷൻ, ഒന്നും ഐഡിൽ ആവാതെ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പ്ലാന്റ് ലേ ഔട്ട് ഉണ്ടായാൽ സാധിക്കും. അതുപോലെ അച്ചീവിങ് ഗുഡ് വർക്ക് ഫ്ലോ, നല്ല വർക്ക് ഫ്ലോ ഉണ്ടാവും. വർക്ക് ഫ്ലോ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എവിടെയും എന്തുണ്ടാവില്ല, സ്റ്റെക്ക് ഒന്നും ഉണ്ടാവില്ല. ഫ്ലോ എന്താണ്, ഒരു ഇടയ്ക്കകത്ത് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ നല്ലൊരു ഫ്ലോയിൽ വർക്കുകൾ നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ദെൻ പ്രൊവൈഡിങ് കൺവീനിയന്റ്ലി ലൊക്കേറ്റഡ് സർവീസ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഫാക്ടറിക്ക് അകത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള സർവീസ് സെന്ററുകൾ ഉണ്ടാവും. ഓരോ പ്രോസസ്സിംഗ് നടക്കുന്ന ഭാഗങ്ങളും, അതാണ് സർവീസ് സെന്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൺവീനിയന്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു പ്ലാന്റ് ലേ ഔട്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. പിന്നെ റെഡ്യൂസ് ഹസാർഡ്സ് അഫക്റ്റിംഗ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് ഹസാർഡ്സ് ഒന്നും, പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടങ്ങളൊക്കെ, ആക്സിഡന്റുകളൊക്കെ ഉണ്ടാവുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും. യൂട്ടിലൈസ് ദ ഫ്ലോർ സ്പേസ് മോസ്റ്റ് എഫക്റ്റീവ്ലി, ഫ്ലോർ സ്പേസ് ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മളൊരു ബിൽഡിംഗ് തന്നെ നമ്മൾ പറയാറുണ്ട്, ഒരു ബിൽഡിംഗ് നന്നായിട്ട് ഡിസൈൻ ചെയ്ത ബിൽഡിംഗ് ആണ് വെച്ചാൽ അതിന്റെ ഓരോ സ്പേസും അതിന്റെ ഓരോ ഭാഗവും കൃത്യമായിട്ട് നമുക്ക് ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും.
അതുപോലെ പ്രൊവൈഡ് ഈസി സൂപ്പർവിഷൻ ലേബേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ പ്ലാന്റ് ലേഔട്ടിന്റെ ബേസിലായിരിക്കും. ഇന്ന ആളുകൾ ഇന്നടത്ത് ഇന്നടത്ത് കൃത്യമായിട്ട് ആ പ്ലാന്റ് ലേഔട്ടിന്റെ ഭാഗമായിട്ട് അതും കൂടി വരും. അപ്പൊ അവിടെ സൂപ്പർവിഷൻ എളുപ്പമായിരിക്കും. കാരണം ഓരോ എംപ്ലോയീസിനെയും അതാത് അവർക്ക് അസൈൻ ചെയ്ത ഭാഗത്തായിരിക്കും അവരുണ്ടാകുക. പ്ലാൻ ലേഔട്ട് കൃത്യമായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ലേബറിനെയും കൂടി, അതായത് മെൻ എന്ന് പറയുന്ന റിസോഴ്സിനെയും കൂടി ഏറ്റവും നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസൈനിൽ ഉൾപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ അവർ ഓരോരുത്തരും എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്, അവർ എവിടെയാണ് അവരുടെ അസൈൻ ചെയ്തിട്ടുള്ള ഭാഗം ഏതാന്നുള്ളത് ക്ലിയർ ആയിരിക്കും. അപ്പൊ സൂപ്പർവിഷൻ എന്തായിരിക്കും, ഈസി ആയിരിക്കും. അതുപോലെ റെഡ്യൂസ് ദ ക്വാണ്ടം ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. സാധാരണ വർക്ക് ഇൻ പ്രോഗ്രസ് എന്താന്ന് നമുക്കറിയാം. പ്രൊഡക്ഷന്റെ ഇടയിൽ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സിലേക്ക് പോകാനുള്ള ആ പ്രൊഡക്റ്റിന്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയാം. അപ്പോൾ സാധാരണഗതിയിൽ ഈ നന്നായിട്ട് അറേഞ്ച് ചെയ്യാത്ത ഒരു ഫാക്ടറി ബിൽഡിംഗ് ആണ് വെച്ചാൽ അവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങളോളം അവിടെ കെട്ടിക്കിടക്കും. എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് ചിലപ്പം ഒരുപാട് ഡിസ്റ്റൻസ് കൂടുതൽ ഉണ്ടാവുകയോ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഉണ്ടാവുമ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്തുണ്ടാവും, വലിയ അളവിൽ ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് പ്ലാന്റ് ലേഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറി ബിൽഡിംഗ് ആണ് വെച്ചാൽ അവിടെ ശരിക്കും വർക്ക് ഇൻ പ്രോഗ്രസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഒരുപാട് സമയത്ത് കെട്ടിക്കിടക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. വർക്ക് ഇൻ പ്രോഗ്രസ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വേഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. ദെൻ പ്രൊവൈഡ് ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ട്സ് അറ്റ് ലെസർ കോസ്റ്റ്. നമ്മൾ നന്നായിട്ട് പ്ലാന്റ് ലേഔട്ട് നന്നായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഫാക്ടറിയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവില്ല, എന്തെങ്കിലും ബ്ലോക്കുകളൊന്നും ഉണ്ടാവില്ല. വർക്ക് ബ്ലോക്ക് ആവില്ല, ലേബേഴ്സ് കെട്ടിക്കിടക്കില്ല, മെറ്റീരിയൽ കെട്ടിക്കിടക്കില്ല, ഇങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഒക്കെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും. സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് മിനിമം കോസ്റ്റിൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റി കഴിഞ്ഞാൽ നല്ല ബെറ്റർ പ്രൈസിൽ കസ്റ്റമേഴ്സിന് നമുക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കാനും പറ്റും. ഇതൊക്കെ പ്ലാന്റ് ലേഔട്ടിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒരു പ്ലാന്റ് നന്നായിട്ട് ലേഔട്ട് ചെയ്താൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ അത് സിമ്പിൾ ആയിട്ടൊന്ന് ജസ്റ്റ് ഒരു ഒറ്റ നോട്ടം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ദെൻ നമുക്ക് ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾസ് ആണ് പറയാനുള്ളത്. നന്നായിട്ട് ലേഔട്ട് ചെയ്യേണ്ടതിന്റെ അതിൽ ഈ ലേഔട്ട് ചെയ്യുന്നതിന് ചില പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, പ്ലാന്റ് ലേഔട്ട് തയ്യാറാക്കുക. ഒരു ഡിസൈൻ തയ്യാറാക്കുന്നത് ഈ പ്രിൻസിപ്പിൾസിന്റെ ബേസിലായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾസിൽ ഒന്നാമതായിട്ട് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മിനിമം മൂവ്മെന്റ് ആണ്. ഒരു മെഷീനറി നമ്മൾ വെച്ചിട്ട് അതിന്റെ എത്തടുത്താണ് അടുത്ത മെഷീനറി വേണ്ടത്. ഈ ഒരു സാധനം നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന എന്തിന്റെ ബേസിലാണ്, മിനിമം മൂവ്മെന്റ് ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഫാക്ടറിയുടെ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് എത്താൻ കുറെ ദൂരം ഉണ്ടാവുന്ന ഒരു സാഹചര്യം വന്നാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് കൂടും. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വരും, മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാനുള്ള ലേബേഴ്സ് കൂടുതൽ വേണ്ടി വരും, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരും. അപ്പോൾ ഇത് ഏറ്റവും മിനിമം ആക്കിയിട്ട് ഉണ്ടാവാൻ വേണ്ടി മൂവ്മെന്റ് ഏതിന്റെയൊക്കെ, ലേബറിന്റെയും മെറ്റീരിയലിന്റെയും മൂവ്മെന്റ് മിനിമം ആക്കുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ടൈം വളരെ കുറഞ്ഞ ടൈമിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ഒരു സൗകര്യം ഉണ്ടാവുക ആ രീതിയിലായിരിക്കണം പ്ലാൻ ലേഔട്ട് ഉണ്ടാവേണ്ടത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സ്പേസ് യൂട്ടിലൈസേഷൻ ആണ്. സ്പേസ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് വെർട്ടിക്കലായിട്ടും ഒറിസോണ്ടലായിട്ടൊക്കെ ആ ഫാക്ടറിക്ക് അകത്തുള്ള മാക്സിമം സ്പേസ്, ഓരോ ക്യൂബിക് സ്പേസും എന്ത് ചെയ്യണം, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓൾ അവൈലബിൾ ക്യൂബിക് സ്പേസ് ഷുഡ് ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ബോത്ത് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. എന്ന് പറഞ്ഞാല് നമ്മുടെ ഫാക്ടറി ബിൽഡിങ്ങിനകത്തുള്ള മുഴുവൻ സ്പേസും ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പ്ലാന്റ് ലേഔട്ട് ഉണ്ടാവേണ്ടത്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി ആണ്. നമ്മൾ നേരത്തെ അഡ്വാൻറ്റേജ് ഒബ്ജക്റ്റീവിലൊക്കെ പറഞ്ഞിരുന്നു ഫ്ലെക്സിബിൾ ആയിട്ട് നടക്കുന്നുള്ളത്. ഫ്ലെക്സിബിൾ ആയിട്ട് നടക്കണമെങ്കിൽ ആ ഒരു ലേഔട്ടിൽ എന്തുണ്ടാവണം, ആ ഫ്ലെക്സിബിലിറ്റിക്കുള്ള ചാൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്തെങ്കിലും എക്സ്പാൻഷൻ ഒക്കെ നടത്തേണ്ടി വരികയാണ്, ഇടക്കാലത്ത് നമ്മളെ ഫാക്ടറി ഒന്നുകൂടി എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം എന്ന് തോന്നുകയാണ് വെച്ചാൽ അതിന് വേണ്ട ചേഞ്ചസിനോട് അഡാപ്റ്റബിൾ ആയിരിക്കണം നമ്മുടെ ലേഔട്ട് എന്ന് പറഞ്ഞത്. ലേഔട്ട് ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇനഫ് ടു ബി അഡാപ്റ്റബിൾ ടു ചേഞ്ചസ് റിക്വയർഡ് ബൈ എക്സ്പാൻഷൻ ഓർ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. അല്ലെങ്കിൽ നമ്മുടെ ലേഔട്ട് ഉണ്ടാക്കുന്നത് ആ ചേഞ്ചിനും കൂടി പറ്റിയ രീതിയിലായിരിക്കണം. എന്തെങ്കിലും എക്സ്പാൻഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ എക്സ്പാൻഷനും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ലേഔട്ട്. അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ. നാലാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്.
എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഒരു ഫാക്ടറിക്കകത്ത് ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് കുറെ ഉണ്ടാവും. അടുത്തടുത്ത് നിൽക്കുന്ന ഓപ്പറേഷൻസ്, ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് അതിനനുസരിച്ച് ലൊക്കേറ്റ് ചെയ്യണം. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട്, അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാവൽ, പ്രൊഡക്റ്റ് ട്രാവൽ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആ രീതിയിൽ ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസും പ്രോസസ്സസും എന്ത് ചെയ്യണം, ക്ലോസ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യണം, അടുത്തടുത്ത് തന്നെ ലൊക്കേറ്റ് ചെയ്യണം. ഇതാണ് നാലാമത്തെ പ്രിൻസിപ്പിള്. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഓവറോൾ ഇന്റഗ്രേഷൻ ആണ്. ഓവറോൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നടക്കുന്ന പ്രോസസ്സുകളെ ഒരു ടോട്ടൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട്, ഒരു ഇന്റർ കണക്ട് ചെയ്തിട്ട്, കോർഡിനേറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പ്ലാന്റിന്റെ ലൊക്കേഷൻ. All the plant facilities and services should be fully integrated into a single operating unit. നമ്മൾ പറയില്ലേ ഒരു കൃത്യമായിട്ട് ടീം വർക്ക് ഉണ്ടാവുക എന്ന് പറയുന്ന പോലെ ഈ മെഷീനറീസും പ്ലാന്റുകളൊക്കെ തമ്മിലുള്ള നല്ലൊരു കോർഡിനേഷൻ, നല്ലൊരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആയിട്ട് ഒരു സിംഗിൾ ഓപ്പറേറ്റിംഗ് യൂണിറ്റ് പോലെ എല്ലാം നന്നായിട്ട് എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്ത് പോകണം. അതെന്തുണ്ടാക്കും, നമുക്ക് കോസ്റ്റ് മിനിമൈസ് ചെയ്യാനൊക്കെ അത് സഹായിക്കുകയും ചെയ്യും. ആറാമത്തെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സേഫ്റ്റി ആണ്. നമ്മൾ നേരത്തെ അഡ്വാൻറ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എംപ്ലോയീസിന് നന്നായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. കാരണം ദർ ഷുഡ് ബി ഇൻബിൽറ്റ് പ്രൊവിഷൻ ഇൻ ദി ഡിസൈൻ ഓഫ് ലേഔട്ട് ടു പ്രൊവൈഡ് ഫോർ കംഫർട്ട് ആൻഡ് സേഫ്റ്റി ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിന്റെ കംഫർട്ടും സേഫ്റ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം, ഒരു ലേ ഔട്ട് ആയിരിക്കണം പ്ലാന്റിന് ഉണ്ടായിരിക്കേണ്ടത്. ദെൻ ഏഴാമത്തെ ഒരു പ്രിൻസിപ്പിൾ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സ്മൂത്ത് ഫ്ലോ എന്നുള്ളതാണ്. അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, വർക്ക് ബോട്ടിൽ നെക്സ്. ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്ത് ഈ ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാഫിക് എന്നൊക്കെ പറയില്ലേ, ഒരു ആകെ കൂടി ഒരു ട്രാഫിക് ജാം ഉണ്ടാവുക എന്ന് പറയുന്ന പോലെ നമ്മുടെ ഫാക്ടറിക്ക് അകത്ത് ഉണ്ടാകുന്ന ആകെ കൂടി ജാം ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എല്ലാം കൂടി ഓരോരുത്തർ വന്നിട്ട് ആകെ പ്രശ്നമാവുക, അവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന പ്രോബ്ലം ഉണ്ട്. അതിനാണ് നമ്മൾ ബോട്ടിൽ നെക്ക് എന്ന് പറയാം. നമ്മൾ ബോട്ടിലിന്റെ നെക്ക് അങ്ങനെയാണല്ലോ, ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇതാക്കുമ്പോൾ ബോട്ടിൽ നെക്കിന്റെ അടുത്തുമ്പോൾ ഒന്ന് എന്താവും, കൺജസ്റ്റഡ് ആവും. അങ്ങനെ കൺജസ്റ്റഡ് ആകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഏത് സഹായിക്കണം, പ്ലാന്റ് ലേഔട്ട് സഹായിക്കണം. ദ ലേഔട്ട് ഷുഡ് ബി സോ ഡിസൈൻ ആസ് ടു റെഡ്യൂസ് വർക്ക് ബോട്ടിൽ നെക്സ് ആൻഡ് ഫെസിലിറ്റേറ്റ് അൺഇന്ററപ്റ്റഡ് ഫ്ലോ ഓഫ് വർക്ക് ത്രൂ ഔട്ട് ദ പ്ലാന്റ്. പ്ലാന്റില് വർക്ക് ഇന്ററപ്റ്റഡ് ആവാതെ അൺഇന്ററപ്റ്റഡ് ആയിട്ടുള്ള ഫ്ലോ ഓഫ് വർക്ക് ഉണ്ടാകുന്ന രീതിയിൽ അവിടെ വർക്ക് ബോട്ടിൽ നെക്സ് ഒന്നും ഉണ്ടാവാതെ അതൊക്കെ കുറച്ചുകൊണ്ടുള്ള ഒരു ഡിസൈൻ ആണ് പ്ലാന്റിന് ഉണ്ടായിരിക്കേണ്ടത്. പ്ലാന്റ് ലേഔട്ട് എന്തായിരിക്കണം, വർക്ക് കൃത്യമായിട്ട് ഇന്ററപ്ഷൻ കൂടാതെ മുന്നോട്ട് പോകുന്ന ഒരു ഫ്ലോ ഉണ്ടാകുന്ന രീതിയിൽ, നല്ലൊരു സ്മൂത്ത് ഫ്ലോ ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം പ്ലാന്റ് ലേഔട്ട് ഉണ്ടാവേണ്ടത്. ദെൻ എട്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമി ആണ്. എക്കണോമി എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ഏറ്റവും കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ലേഔട്ട് ആയിരിക്കും. ലേഔട്ട് ഷുഡ് എയിം അറ്റ് എഫക്റ്റിംഗ് എക്കണോമി ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ്. നമ്മുടെ ഫിക്സഡ് അസറ്റ് ആണ് ഈ മെഷീനറീസും പ്ലാന്റും ലാൻഡും ഒക്കെ. അപ്പൊ അതിൽ വളരെ വലിയൊരു എമൗണ്ട് നമുക്ക് എന്താ പറയാ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഒന്നും ഇല്ലാതെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ എഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്ലാൻ ലേഔട്ട്. നമുക്ക് പ്ലാൻ ലേഔട്ട് മോശമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മെഷീനറി വേണ്ടത് 4 മെഷീനറി വേണ്ടി വരും. അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടും. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എക്കണോമിക്കൽ ആവാൻ പറ്റിയ രീതിയിലായിരിക്കണം പ്ലാന്റ് ലേഔട്ട് ഉണ്ടാവേണ്ടത്. നയൻത് വൺ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർവിഷൻ ആണ്. എംപ്ലോയീസിനെ വലിയ പ്രയാസമില്ലാതെ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ലേഔട്ട് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. എ ഗുഡ് ലേഔട്ട് ഷുഡ് ഫെസിലിറ്റേറ്റ് എഫക്റ്റീവ് സൂപ്പർവിഷൻ ഓവർ വർക്കേഴ്സ്. വർക്കേഴ്സിനെ ഏറ്റവും നന്നായിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ലേഔട്ട് ആണ് ഏറ്റവും നല്ല പ്ലാൻ ലേഔട്ട് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. എംപ്ലോയീസിന്റെ മൊറയിൽ, എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നന്നായിട്ട് അഷ്വർ ചെയ്യുന്ന ഒരു പ്ലാൻ ലേഔട്ട് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ പ്ലാൻ ലേഔട്ട് മോശമായി കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ മൂവ്മെന്റ് പ്രോബ്ലം ആയിരിക്കും, അവരുടെ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടായിരിക്കും, അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റിയ സാഹചര്യം ആയിരിക്കില്ല. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആവും. അപ്പൊ ഏറ്റവും നന്നായിട്ട് ഡിസൈൻ ചെയ്ത ഒരു പ്ലാന്റ് ആണ് ഉള്ളത് എങ്കിൽ ആ പ്ലാന്റിന് എംപ്ലോയീസിന് നല്ലൊരു മൊറയിൽ ഉണ്ടാക്കാനും എംപ്ലോയീസിന് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാനൊക്കെ സാധിക്കും. ഇത്രയാണ് നമുക്ക് പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയാനുള്ളത്.